ഹേയ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി ഐറ്റം ആയിട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കലാണ്. ഞങ്ങൾ നിലമ്പൂരിൽ പോയപ്പോൾ 2 ചക്ക കൊണ്ടുവന്നിരുന്നു കേട്ടോ. നല്ല അടിപൊളി തേൻ വരിക്ക ചക്ക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ചക്കയായിരുന്നു. അപ്പോൾ ഒന്ന് ഞങ്ങൾ കറി വെച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് ഞങ്ങൾ കുറച്ച് കഴിച്ചിട്ട് ബാക്കി മുഴുവൻ വരട്ടി വെച്ചു. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുമ്പളപ്പം. അമ്മ ഇല്ല കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഞാനും ചേച്ചിയും കൂടി കുമ്പളപ്പം ഉണ്ടാക്കാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തേങ്ങാക്കൊത്തും റെഡിയാക്കി. പിന്നെ അതിലേക്ക് ചക്ക വരട്ടിയിലേക്ക് നമ്മൾ അരിപ്പൊടി, കുറച്ച് തരില്ലതാണെങ്കിലും കുഴപ്പമില്ല, നൈസായ പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നല്ല അതൊന്ന് ഇളക്കി സെറ്റാക്കണേ. മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ഒഴിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചക്ക വരട്ടുമ്പോൾ അതിൽ നമ്മൾ ശർക്കരയും അതേപോലെ നെയ്യും ഏലക്കായും ഒക്കെ ഇടും. അപ്പോൾ പാകത്തിന് വേണമെങ്കിൽ മാത്രം ശർക്കര പാനി ഒഴിച്ചാൽ മതി. ഒരുപാട് മധുരം വേണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടും ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഒരുപാട് തിക്കാവും വേണ്ട. നമ്മൾ കുമ്പിൾ കുത്തുമ്പോൾ ഒരു സ്പൂണ് അതിലേക്ക് ഫില്ല് ചെയ്യാവുന്ന പാകത്തിൽ അത്ര ഒരു ലൂസും വേണം കേട്ടോ. ഒരുപാട് ലൂസായാൽ കുമ്പിൾ കുത്തുന്നതിന് അടി കൂടെ ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇതേ ലെവലിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നാളികേരപ്പൂളൊക്കെ ഇട്ടിട്ട് നല്ല കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ ആ ചക്കയും അതേപോലെ അരിപ്പൊടിയൊക്കെ ഇടുമ്പോൾ ശർക്കരപ്പാനി കുഴിക്കുന്ന നല്ല സ്മെല്ലായിരുന്നു. അപ്പം നമ്മളതിനെ കുത്താൻ വേണ്ടിയിട്ട് കുമ്പിൾ കുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന കോല് തെങ്ങിൻ്റെ ഓലയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺ ഐസ്ക്രീം ഇല്ലേ, അതുപോലെ നമ്മുടെ പ്ലാവിൻ്റെ ഒരു കോണ് പോലെ ആക്കിയിട്ട് അതിൽ നമ്മുടെ ഈർക്കിളി കുത്തി വയ്ക്കുകയാണേ. പിന്നെ നമ്മുടെ കറുകാമ്പട്ടേൻ്റെ ഇലയല്ലേ, അതിലും ഇതുണ്ടാക്കാം കേട്ടോ. നമുക്കിവിടെ പ്ലാവിൻ്റെ ഇലയാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് അതിലേക്ക് ഫില്ല് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കക്കാലം വന്ന ഒരു കുമ്പളപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പം അങ്ങനെ നിലമ്പൂരിൽ നിന്ന് കൊടുന്നപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ നല്ല ചക്കയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എല്ലാത്തിലും അങ്ങനെ ഫില്ലാക്കണം കേട്ടോ. ഏകദേശം ഒരു 10-20 ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ഫില്ല് ചെയ്തു. നമ്മൾ ഈർക്കിലെ കുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. 10-25 ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നല്ല ആവിയിൽ വേവിക്കുകയാണ് വേണ്ടത്. ഇഡ്ഡലി തട്ടിലിട്ടിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം വേവണം കേട്ടോ. കാരണം നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ അതിൽ ഇട്ടിരിക്കണം നമ്മൾ മാവ്. അതുകൊണ്ട് ഒരു അരമണിക്കൂറോളം ഹൈ ഫ്ലെയിമിൽ വേവിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഇഡ്ഡലി തട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ ആവി പറക്കണ ഇത് കണ്ടോ. ഇതിൻ്റെ സ്മെല്ലിന് ഒരു പ്രത്യേകതയാണ് കേട്ടോ. അത്ര രുചിയാണ്, എന്താ പറയുക, വായിലൊക്കെ വെള്ളമൊലിക്കും. അത്ര ടേസ്റ്റാണ് കേട്ടോ കുമ്പളപ്പം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ ചേച്ചിൻ്റെ മോളാട്ടോ അത്. അപ്പോൾ അവൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവളാണ് ആദ്യം ടേസ്റ്റ് ചെയ്യണത്. അങ്ങനെ നല്ല മധുരവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടാണ് കേട്ടോ അവൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈർക്കിളിയൊക്കെ ഓരോന്നഴിച്ച് നമ്മുടെ കുമ്പളപ്പം ഓരോന്നോരോന്നായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. ഇത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും വേണം. പിന്നെ ഇപ്പം നമുക്ക് ചക്ക കിട്ടുന്ന ടൈമാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചക്കയൊക്കെ വരട്ടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കുമ്പളപ്പം ആവി പറക്കണ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്നും കൂടി പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.